നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിളരുമോ എന്ന സംശയമാണ് ഇപ്പോൾ UDF കേന്ദ്രങ്ങളിൽ ഉയർന്നു കേൾക്കുന്നത്. PJ ജോസഫിൻ്റെ മകൻ അപ്പു ജോൺ ജോസഫ് തൊടുപുഴയിൽ നിന്ന് മത്സരിക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PJ ജോസഫ് മത്സരിക്കുന്നില്ല. അതിനു പകരം തൊടുപുഴയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മകൻ അപ്പു ജോൺ ജോസഫാണ് മത്സരിക്കുന്നത് എന്ന് ഏറെക്കുറെ തീരുമാനിച്ചു കഴിഞ്ഞു, ഏറെക്കുറെയല്ല ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ നേതൃത്വം PJ ജോസഫിൻ്റെ മകൻ്റെ കയ്യിലേക്ക് പോകും. ജോസഫ് ഗ്രൂപ്പിലെ രണ്ടാമനെന്ന് പറയുന്നത് മോൻസ് ജോസഫ് MLA ആണ്, കടത്തുരുത്തി MLA. UDF ഭരണം വരികയാണെങ്കിൽ PJ ജോസഫിൻ്റെ പ്രതിനിധിയായി മന്ത്രിസഭയിൽ ഉണ്ടാവുക ജോസഫിൻ്റെ മകൻ അപ്പു ജോൺ ജോസഫ് തന്നെയായിരിക്കും എന്നുള്ള സൂചനയും ഇപ്പോൾ ശക്തമായുണ്ട്. മന്ത്രിയാകാൻ കഴിഞ്ഞില്ലേ പിന്നെ താനെന്തിനാണ് ജോസഫ് ഗ്രൂപ്പിൽ നിൽക്കുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ മോൻസ് ജോസഫ് ഉയർത്തുന്നത്. കടത്തുരുത്തിയിൽ കഴിഞ്ഞ തവണ കഷ്ടിച്ച് 3000-ൽ പരം വോട്ടിനാണ് മോൻസ് ജോസഫ് കയറിപ്പോകുന്നത്. അവിടെ അദ്ദേഹത്തിന് ശക്തമായ എതിർപ്പുമുണ്ട്. മാണി ഗ്രൂപ്പിലെ ഒരു സ്ഥാനാർത്ഥി അദ്ദേഹം അത്രയ്ക്ക് പ്രഗത്ഭനല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇദ്ദേഹം കയറിപ്പോകുന്നത് എന്നൊക്കെയുള്ള സംസാരം അന്ന് തന്നെ ഉണ്ടായിരുന്നു. മാണി ഗ്രൂപ്പിലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജോസ് കെ മാണി തന്നെ എന്തെങ്കിലും ഒരു പക്ഷേ മോൻസ് ജോസഫ് തോറ്റുപോയനെ എന്നാണ് പലരും കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്. ഏതായാലും മോൻസ് ജോസഫിന് കടത്തുരുത്തി അത്ര സുരക്ഷിതമല്ല എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമൊന്നുമില്ല. PJ ജോസഫിൻ്റെ മകൻ MLA ആയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ മന്ത്രിയാക്കേണ്ടി വരും. കാരണം പാർട്ടി ചെയർമാൻ എന്നുള്ളതിൽ ജോസഫാണ് ആരെ മന്ത്രിയാക്കണമെന്ന് എഴുതി കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനെ തന്നെ മന്ത്രിയാക്കണമെന്ന് PJ ജോസഫ് എഴുതി നൽകുമെന്നാണ് മനസ്സിലാല്ലേ. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. കേരള കോൺഗ്രസിലെ ചരിത്രം അങ്ങനെയാണല്ലോ. കേരള കോൺഗ്രസ് ഏതാണ്ട് പൂർണ്ണമായി ഇപ്പോൾ മക്കൾ പാർട്ടിയായി മാറിക്കഴിഞ്ഞു, DMK ഒക്കെ പോലെ തന്നെ. കാരണം മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും ജേക്കബ് ഗ്രൂപ്പും ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പും എല്ലാം അവരവരുടെ മക്കളുടെ കയ്യിൽ സുരക്ഷിതമായി കഴിഞ്ഞു. ജോസഫ് ഗ്രൂപ്പിന് ചില മണ്ഡലങ്ങൾ ഇത്തവണ നഷ്ടപ്പെടും, അത് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നുള്ള സൂചനകളുമുണ്ട്. കുട്ടനാട് പോലുള്ള മണ്ഡലങ്ങൾ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കും. അതുപോലെ തന്നെ തിരുവല്ല മണ്ഡലവും ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ പിളർപ്പിൻ്റെ സൂചനകൾ നൽകുന്നത്. മോൻസ് ജോസഫ് സ്വന്തമായി ഒരു കേരള കോൺഗ്രസ് രൂപീകരിക്കാനുള്ള നീക്കം നടത്തുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അങ്ങനെ ഒരു സ്വന്തമായ ഒരു കേരള കോൺഗ്രസ് രൂപീകരിക്കുകയോ അത്തരത്തിലൊരു നീക്കം നടത്തിയാൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് വരുന്ന മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കാൻ കഴിയും. കേരള കോൺഗ്രസിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ മന്ത്രിയായില്ലെങ്കിൽ കൂടെ ആരും ഉണ്ടാകില്ല എന്നുള്ളതാണ് അതിൻ്റെ വിഷയം. ആര് മന്ത്രിയാകുന്നോ അയാളുടെ കൂടെയായിരിക്കും ആൾ, അല്ലെങ്കിൽ ആ പാർട്ടി. KM മാണിയും PJ ജോസഫും TN ജേക്കബും എല്ലാം തെളിയിച്ചത് അതുതന്നെയാണ്. അതുകൊണ്ട് അപ്പു ജോൺ ജോസഫിനെ മന്ത്രിയാക്കുകയാണെങ്കിൽ പിന്നെ താൻ എന്തിനാണ് ഈ പാർട്ടിയിൽ നിൽക്കുന്നത്? തനിക്ക് വേറെ പാർട്ടി ഉണ്ടാക്കിക്കൂടെ? ഈ പാർട്ടിയിൽ നിൽക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന് മോൻസ് ജോസഫിന് നന്നായി അറിയാം. അതുകൊണ്ട് അദ്ദേഹം ജോസഫ് ഗ്രൂപ്പിനെ പിളർത്തി പുതിയൊരു കേരള കോൺഗ്രസ് രൂപീകരിക്കുമെന്നും ചില ജോസഫ് ഗ്രൂപ്പിലെ അസംതൃപ്തരായ നേതാക്കൾ മോൻസ് ജോസഫിനെ പിന്തുണച്ച് PJ ജോസഫിനെ വിട്ടു പോകുമെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ എത്ര MLA മാരായി മത്സരിച്ചവരാരെങ്കിലും ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. ഏതായാലും മോൻസ് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും അദ്ദേഹത്തിന് രാഷ്ട്രീയ ബാല്യമുണ്ട്, ഇനിയും രാഷ്ട്രീയ അംഗങ്ങൾക്ക് ബാല്യമുണ്ട്. അതുകൊണ്ട് അപ്പു ജോൺ ജോസഫിൻ്റെ പിന്നിൽ ഒരു MLA ആയിട്ടിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നാണ് അദ്ദേഹം തൻ്റെ അടുപ്പക്കാരോടൊക്കെ പറഞ്ഞതായി കേരള കോൺഗ്രസ് വൃത്തങ്ങൾ സൂചന നൽകുന്നു. അതുകൊണ്ട് പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയോ അല്ലെങ്കിൽ UDFൻ്റെ പിന്തുണയോടെ സ്വതന്ത്രമായോ മത്സരിക്കാനുള്ള നീക്കമാണത്രേ ഇപ്പോൾ മോൻസ് ജോസഫ് കടത്തുരുത്തിയിൽ നടത്തുന്നത്. അപ്പു ജോൺ ജോസഫിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ പ്രഖ്യാപിച്ച് അത് ഉറപ്പിച്ചു കഴിഞ്ഞു. കോതമംഗലം പോലുള്ള സീറ്റിൽ ഒരു പക്ഷേ PJ ജോസഫിൻ്റെ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും, ഷിബു തക്കമൽ പോലത്തെ സ്ഥാനാർത്ഥിയായിരിക്കും മത്സരിക്കുക എന്നും കേൾക്കുന്നുണ്ട്. ഏതായാലും മോൻസ് ജോസഫ് പാർട്ടി പിളർത്തി പുതിയൊരു പാർട്ടി രൂപീകരിക്കുകയോ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ PJ ജോസഫിൻ്റെ പാർട്ടിയിൽ ജോസഫ് ഗ്രൂപ്പിൽ ഒരു പിളർപ്പ് യാഥാർത്ഥ്യമാവുന്നതിൽ സംശയമില്ല. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഒരു കേരള കോൺഗ്രസ് കൂടി ഉണ്ടാകും. ഇലക്ഷന് മുമ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വീണ്ടും ഒരു കേരള കോൺഗ്രസ് ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത് മോൻസ് ജോസഫിൻ്റെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കുമോ എന്നും എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. PJ ജോസഫിൻ്റെ ഏറ്റവും അടുത്ത ആളെന്നുള്ള നിലയിൽ മോൻസ് ജോസഫ് ആ പാർട്ടി 2ാം സ്ഥാനം ആസ്വദിച്ചിരുന്ന ആളാണ്, 2ാം സ്ഥാനം എൻജോയ് ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഈ പാർട്ടിയിൽ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്നുള്ള തോന്നലുണ്ടായപ്പോൾ അദ്ദേഹം ജോസഫ് ഗ്രൂപ്പ് പിളർത്തി പുതിയൊരു പാർട്ടി ഉണ്ടാക്കി UDFിൽ തന്നെ നിന്ന് മത്സരിക്കുമെന്നാണ് പറയുന്നത്. UDFിൽ തന്നെ നിന്ന് മത്സരിച്ചാൽ ഒരുപക്ഷെ ആ ഒരു രാഷ്ട്രീയ കയറ്റിയിറക്കങ്ങളിൽ അദ്ദേഹത്തിന് വീണ്ടും മന്ത്രിയാകാൻ കഴിയുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കടത്തുരുത്തിയിൽ വീണ്ടും ജയിക്കുമെന്ന ഉത്തമ വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ ബലാബലം എങ്ങനെയാണെന്ന് നമുക്ക് നിശ്ചയമില്ലെങ്കിലും കടത്തുരുത്തിയിൽ തൻ്റെ വിജയം ഉറപ്പാണെന്നുള്ള വിശ്വാസമാണ് മോൻസ് ജോസഫിനുള്ളത്. അതുകൊണ്ട് തന്നെ അപ്പു ജോൺ ജോസഫിൻ്റെ ഈ സ്ഥാനാർത്ഥത്തിൽ പ്രതിഷേധിച്ച് ഒരുപക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം പുതിയൊരു കേരള കോൺഗ്രസ് ഉണ്ടാക്കിയേക്കാം
എന്ന് ജോസഫ് ഗ്രൂപ്പുകാർ തന്നെ ചെറിയ സൂചനകൾ നൽകുന്നുണ്ട്.